പലപ്പോഴും ജീവിതം വഴിമുട്ടിപ്പോകാറുണ്ട്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പിറകെ ഒന്നായി വരാറുണ്ട്. ഇതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടും ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടും കൂടാതെ ഇന്നർ ചൈൽഡ് അതെന്താണെന്നും നമുക്കൊന്ന് ചെറിയൊരു പഠനം നടത്താം. നമുക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡ് കണ്ടെത്തണം. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഗോൾസും കണ്ടെത്താനുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഗോൾസിലേക്ക് നമ്മളെ എത്തിക്കും, അല്ലെങ്കിൽ അത് നമ്മളെ ഗോൾസിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇന്നർ ചൈൽഡ് അല്ലേ? അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ നമ്മുടെ ഉപബോധ മനസ്സ്. അതൊരു ചെറിയൊരു കുട്ടിനെ പോലെയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ